ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ഏരിയയിൽ പുല്ല് വെട്ടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുല്ല് വെട്ടുന്ന ദിവസം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ കാണുന്നതാണ് നമുക്ക് വെട്ടാനുള്ളത്. അപ്പം നമ്മുടെ പയ്യൻ വെട്ടാൻ തുടങ്ങുവാണ്. മിഷനിലിട്ടിട്ടുണ്ട്. ഇവിടാണ് വെട്ടാൻ പോകുന്നത്. നമ്മുടെ പയ്യൻ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട് പുല്ല് വെട്ടാൻ. നമ്മൾ 9:30-ക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്, ലേറ്റായി പോയി. പിന്നെ ഇതൊക്കെ മലയിഞ്ചിയാണ് നിൽക്കുന്നത്. നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അവർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും ട്രിം ചെയ്ത് നിർത്തിയേക്കുന്നത്. ഇത് മലയിഞ്ചിയാണ്, അടിയിൽ ഇഞ്ചി ഉള്ളതാണെന്നാണ് പറഞ്ഞത്. ഇത് 2 കൊല്ലം കൂടുമ്പോഴാണ് ഇത് പറിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്തിയേക്കുന്നത്. നമ്മളൊരുമാതിരി ഏരിയ കഴിഞ്ഞ ദിവസം കവർ ചെയ്തിട്ടാണ് പോയത്. അവിടെ ഒക്കെ നിൽക്കുന്ന ഇത് മലയിഞ്ചിയാണ്, കളയാൻ നിർത്തിയേക്കുന്നതാണ് മലയിഞ്ചിയാണ്. പയ്യൻ അവിടെ പണിയുന്നുണ്ട്. നമ്മൾ വെട്ടാൻ പോയ പറമ്പിൻ്റെ സൈഡിൽ ചെറിയ തോടുണ്ട്. അവിടെ നമ്മൾ കണ്ടതാണ് വരാലും അതിൻ്റെ പാർപ്പും. അധികം പോളയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി. നല്ലൊരു വിഷയമാണ്. വരാൽ 2 എണ്ണം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 2 മണിക്കൂർ ഓടിച്ചു മിഷൻ പുല്ല് വെട്ടി. ഇപ്പം നമ്മൾ പെട്രോൾ ഒഴിക്കാൻ വേണ്ടി നിർത്തുകയാണ്. ഇനി നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ബ്ലേഡ് ഇത് ഒത്തിരി പഴയതായി, ചെറുതായിപ്പോയി, അതങ്ങ് തേഞ്ഞ്. അപ്പോൾ ഇതിട്ടിട്ട് അടിച്ചിട്ട് പണി അങ്ങോട്ട് മൂവ് ആവുന്നില്ല. അപ്പോൾ നമ്മളൊരു പുതിയ ബ്ലേഡ് വാങ്ങിയിട്ടുണ്ട്, അതിന്ന് വെക്കാൻ പോവാണ്. അതെങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ മെഷീൻ അങ്ങ് തിരിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ബ്ലേഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. പിന്നെ നമ്മുടെ ടൂൾ കിറ്റ് വരുന്ന അറിയാമല്ലോ, ചെറിയ LNG നമ്മുടെ പ്ലഗ് സ്പാൻഡറുമാണ് എടുക്കേണ്ടത്. LNG ആ ഹോളിൽ കൂടെ കയറ്റി വെച്ചിട്ട് ലോക്കാക്കുക. പിന്നെ നമുക്ക് നമ്മുടെ പ്ലഗ് സ്പാൻഡർ ഉപയോഗിച്ച് അഴിച്ച് മാറ്റുക. ഇത് ഞാൻ വീഡിയോ നേരെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സ്പീഡിൽ കാണിക്കുകയാണ്. ബ്ലേഡ് അങ്ങ് മാറ്റി പുതിയ ബ്ലേഡ് എടുത്ത് അങ്ങ് നേരെ വെക്കുക. ഇതുകൊണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റേത് ചെറുതായിട്ടുണ്ട്, അവിടെ അങ്ങ് മാറ്റി ഇട്ടേക്കാം. പുതിയൊരു ബ്ലേഡ് 2T ബ്ലേഡാണ്. ഏകദേശം 200 രൂപയ്ക്കൊക്കെ അകത്ത് നമുക്കിത് കിട്ടും. അതിൻ്റെ 2 സൈഡിലും ഇത് മൂർച്ചയുള്ളതാണ്. ബ്ലേഡ് അങ്ങോട്ട് കയറ്റി വെക്കാം. അതിന് ശേഷം അതിൻ്റെ ഒരു വാഷറും കപ്പും എല്ലാം വെക്കണം. വാഷർ ഇടാൻ മറക്കല്ല്. ഇട്ടില്ലെങ്കിൽ ബ്ലേഡ് നല്ല വൈബ്രേഷൻ ആയിരിക്കും. വാഷർ വെക്കുന്നു. അതിന് ശേഷം അത് നേരെ തന്നെ വെക്കണം. കപ്പ് ഞട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മുറുക്കുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യുക. ലൂസാക്കി വെച്ചാൽ നമുക്കിത് ഇവിടെ ഉടക്കി ഇത് തട്ടി മുറുകി കഴിഞ്ഞാൽ പിന്നെ അത് അഴിക്കാൻ നല്ല പാടായിരിക്കും. നമ്മൾ ടൈറ്റ് ചെയ്യുമ്പം ഫുള്ള് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രാസ് കട്ടിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഏകദേശം സമയം 6 മണിയായിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് 2:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത്ര സമയം എടുത്തെന്ന് വെച്ചാൽ അത് ഫുള്ളി മലയിഞ്ചി മാതിരി ഒരു സംഭവമുണ്ട്. അതെല്ലാം വെട്ടുന്നതൊക്കെ വെട്ടുമായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് 9:30-ക്കാണ്. പിന്നെ നമ്മൾ 1 തൊട്ട് 2:30 വരെ നമ്മൾ റെസ്റ്റ്, ഫുഡിൻ്റെ ടൈമായിട്ട് അത് കുറയ്ക്കും. ബാക്കി മണിക്കൂറാണ് നമ്മൾ പണി നിൽക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തത്. ഇതാണ് മലയിഞ്ചി കട്ട് ചെയ്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 35-40% ഉണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. എന്തായാലും നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിർത്തിയേക്കുന്നതാണ് ആ കാണുന്നത് മലയിഞ്ചിയൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കിന് നമുക്ക് ചിലവായ പെട്രോള് ഒരു 3.5 ലിറ്റർ പെട്രോൾ നമുക്ക് ചിലവായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നൊരു പുതിയ ബ്ലേഡ് ഇട്ടാണ് പണി സ്റ്റാർട്ട് ചെയ്തത്. ഈ ചെടിയൊക്കെ നിർത്തിയേക്കുന്നതാണ്. ഇത് നമ്മൾ ഇന്നലെ വെട്ടിയൊക്കെ ഏകദേശം ഉണങ്ങി പറമ്പ് ക്ലിയർ ആയിട്ടുണ്ട്.